بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رزانة باغم 9. ولا تضع من نشاء في العلم دونك إذ لو لم يكن في علمك الفضل فكل شيء له أعلى وأسفل لم يكن معاليه لشادها السفل ولا تضع من ഒരുത്തനെ നീ നിസാരമാക്കരുതോ നശാ അവൻ ജീവിക്കുന്നുണ്ട് ഫീ ഇൽമി ദൂനക വിജ്ഞാനത്തിൽ നിന്റെ താഴെ അവൻ ജീവിക്കുന്നുണ്ട്. ഇത് ലൗ ലം യകുൻ കാരണം അവനില്ലെങ്കിൽ ലം യകുൻ ഫീ ഇൽമിക നിന്റെ അറിവിനുണ്ടാകില്ല അൽ ഫദ്ലു വർദ്ധനവ്, അത്രത്തോളം വർദ്ധനവ് നിന്റെ അറിവിനുണ്ടാവുകയില്ല. ഫകുല്ലു ശൈഇൻ ലഹു അഅലാ വഅസ്ഫലു ലം യകും അലിഹി ഇല്ലാ ശാദഹാ സുഫ്ലു. ഫകുല്ലു ശൈഇൻ കാരണം എല്ലാ വസ്തുവും ലഹു അഅലാ വഅസ്ഫലു അതിന് മുകൾ ഭാഗവും താഴ്ഭാഗവും ഉണ്ട്. ലം യകും ആലി അതിൻ്റെ മേൽഭാഗം നിൽക്കുന്നതല്ല. ഇല്ലാ ശാദഹ സുഫ്ലു അതിൻ്റെ താഴ്ഭാഗം ഉയർത്തിയിട്ടല്ലാതെ അതിൻ്റെ മേൽഭാഗം നിൽക്കുന്നില്ല. ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ്? വിജ്ഞാനത്തിൽ നിന്നെക്കാൾ താഴെയുള്ളവരെ നീ നിസാരമാക്കരുത്. അവനില്ലെങ്കിൽ നിന്റെ വിജ്ഞാനത്തിന് വർധനമുണ്ടാവില്ല. ചെലവഴിക്കുന്തോറും വർദ്ധിക്കുന്നതാണ് വിജ്ഞാനം, അറിവ്. നിന്നെക്കാൾ താഴെയുള്ളവർ പഠിക്കാൻ നിനക്ക് അവസരം ഉണ്ടായത് കൊണ്ടാണ് നിന്റെ അറിവിന് വർധനവുണ്ടാകുന്നത്. അതിന് അവസരം തന്ന മുതഅല്ലിമീങ്ങളെ നിസാരമാക്കരുത്. മേൽഭാഗവും താഴ്ഭാഗവും ഉള്ള ഏതൊരു വസ്തുവിൻ്റെയും മേൽഭാഗത്തെ താങ്ങി നിർത്തുന്നത് താഴ്ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി ആരെങ്കിലും വല്ല നന്മയും ആർക്കെങ്കിലും അറിയിച്ചു കൊടുത്താൽ അത് പ്രവർത്തിച്ചവൻ്റെ പ്രതിഫലത്തിനോട് സമാനമായ പ്രതിഫലം അറിയിച്ചു കൊടുത്തവനുണ്ട്. മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അറിവിന് വർധനവിന് വേണ്ടി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു പറഞ്ഞത്. വഖുൽ റബ്ബി സിദ്നി ഇൽമാ നാദാ എനിക്ക് നീ വിജ്ഞാന വർധനവ് നൽകണേ എന്ന് നബിയെ അങ്ങ് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ധാരാളം ഇൽമ് നമുക്ക് കരസ്ഥമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.